ഹായ് ഗൈസ്, രാവിലെ തന്നെ ഒരു ശിംപ്ലൻ ചൂര കിട്ടിയിട്ടുണ്ട്. ചൂരയാണോ ഞാൻ ധൃതങ്ക പുളകിതയാണ്. ജോലികളൊക്കെ പിന്നെ ഷടപടേന്നായിരുന്നു. പാവയ്ക്കരിഞ്ഞു, ചക്കയരിഞ്ഞു, ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി ഞാൻ പോരാട്ടത്തിനിറങ്ങി. എന്റെ ബാക്കിൽ ബാങ്കോക്കും, മുന്നിൽ മയാമിയാണ്. കം ടു ഡാഡി എന്നും പറഞ്ഞ് ചൂരയും കൊണ്ട് ഞാൻ പോരാട്ടത്തിനിറങ്ങി. ചോരകിനിയുന്ന അതിഭീകരമായ പോരാട്ടം പറയാതിരിക്കാൻ വയ്യ ഗൈസ്. ദിസ് ഇസ് മൈ എന്റർടൈൻമെന്റ്. അതിസാഹസ്യമായ പോരാട്ടം കഴിഞ്ഞെത്തി ഞാൻ കാണുന്നത് പൊന്നാങ്കിളി കൂടുണ്ടാക്കാൻ ഈർക്കിൽ ചെയ്യുന്നതാണ്. പൊന്നനെ കുളിപ്പിച്ച് ഹാളിലിരുത്തി മീനിനെ മസാലയിട്ട് ഇരുത്തി പൊന്നൻ പുളിശ്ശേരിയും സെറ്റാക്കി. പാവയ്ക്ക് വിഴിക്കിന്റെ കാര്യത്തിൽ തീരുമാനമാക്കാൻ അടുപ്പിലും കയറ്റി. മീൻ പൊരിക്കപ്പെട്ടു, ചക്കയുമായി. ഈ സമയങ്ങളിലൊന്നും പൊന്നന്റെ അടുക്കളയിലോട്ടുള്ള എത്തിനോട്ടം കണ്ടില്ല. തിരക്കി പോയപ്പോഴാണ് കണ്ടത്. ഈ മഴയും വെള്ളമൊക്കെ പൊന്നന്റെ എന്റർടൈൻമെന്റ് ആണ്. ഒടുവിൽ ചൂരക്കറിയും റെഡിയായതിനു ശേഷം ഞാനൊന്ന് കറങ്ങാൻ ഇറങ്ങി. എബാടെ പോകണമെന്ന് ചോദിച്ചാൽ ഒന്ന് ബ്രൂട്ടീഷൻ ചെയ്യാൻ നമ്മുടെ സ്വന്തം രമ്യച്ചിയുടെയും തന്നിയച്ചിയുടെയും ത്രെഡ്സിലോട്ടാണ് പോയത്. ആരെങ്കിലും ഒക്കെ ഒന്ന് തല കഴുകി മസാജ് ചെയ്ത് തരുമ്പോൾ എന്തൊരു സുഖമാണെന്നേ. അങ്ങനെ ഈ ആഴ്ചത്തെ കുളി കഴിഞ്ഞതോടെ ഞാൻ നേരെ വീട്ടിലെത്തി. സമയം 3 മണിയായി. വിശന്ന് പണ്ടാരം അടങ്ങുകയും ചെയ്തു. വിശാലമായിട്ട് തിന്നാൻ വേണ്ടി ഇല വിട്ടിട്ട് എല്ലാം അങ്ങ് വിളമ്പി. കുഴച്ച് മിടുങ്ങലിനൊടുവിൽ ചൂരത്തല നുള്ളിപ്പറിക്കുന്നതിൽ ആനന്ദം കണ്ടു ഞാൻ. ബൈ ബൈ.